മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് ഒരു വർഷത്തോടടുക്കുമ്പോഴും ആശങ്കയിലാണ് ദുരന്തബാധിതരുടെ ലിസ്റ്റിൽ ഇടം നേടിയവർക്ക് നേരിയ ആശ്വാസമുണ്ടെങ്കിലും പരോക്ഷമായി ദുരന്തബാധിതരായവർ നിലയില്ലാ കയത്തിലാണ്. പടവെട്ടിക്കുന്നിലെ 30ഓളം കുടുംബങ്ങളാണ് സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതിക്കായി കാത്ത് നിൽക്കുന്നത്. ജീവനോപാധി നഷ്ടപ്പെട്ട സർക്കാർ സഹായവും ലഭിക്കാതെ ദുരിതത്തിലാണ് പടവെട്ടിക്കുന്നിലെ ജനത. ഉരുൾപൊട്ടി നാടും നാട്ടുകാരും ഇല്ലാതായവർ. സർക്കാർ നടത്തിയ പാരിസ്ഥിതിക പഠനപ്രകാരം താമസയോഗ്യമായ സ്ഥലമാണ് ഇവരുടേത്. കൃത്യമായ വഴിയോ പൂർണ്ണ വാസയോഗ്യമായ വീടോ ഇല്ലാത്ത 30ഓളം കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. മറ്റുള്ളവർക്കൊപ്പം തങ്ങളെയും പുനരധിവസിപ്പിക്കണം എന്നാണ് പടവെട്ടിക്കുന്നിലെ ജനങ്ങളുടെ ആവശ്യം. ഇന്നിപ്പോ സ്കൂൾ റോഡ് പടവെട്ടിക്കുന്ന റോഡ് എല്ലാവരും കണ്ടു കാണും. പരിപൂർണമായിട്ട് 100% അങ്ങോട്ട് ഒരു വ്യക്തിക്കും കടന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ തകർന്നുപോയി. വലിയ ഗർത്തങ്ങൾ വന്നു. പുഴയത്തെ വെള്ളം മുഴുവനായിട്ട് ആ റോഡിലൂടെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ചുരുങ്ങിയ ഒരു 27 കുടുംബത്തിനെ പുനരധിവസിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വരെ സർക്കാരിന്റെ ഭാഗത്ത് ഇന്ന് വരെ ഒരു അനുകൂല തീരുമാനം വന്നിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച CPM-ന്റെ പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ പടവെട്ടിക്കുന്നവരെ പരിഗണിക്കുന്ന ഒരു ന്യൂസ് കട്ടിങ് കണ്ടു എന്നല്ലാതെ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ അതിനെതിരെ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആശങ്കയിലാണ്. അപ്പോൾ ഇതൊരു മുന്നറിയിപ്പാണ്. ഇനി അവിടെ കൊലക്ക് കൊടുക്കുന്നൊരു മുന്നറിയിപ്പാണ്. ഇത് സർക്കാർ കണ്ണു തുറന്ന് കണ്ടിട്ട് വേണ്ട സംരക്ഷണം ഞങ്ങൾക്ക് നൽകുക എന്നാണ് പറയാനുള്ളത്. ജോൺ മത്തായി റിപ്പോർട്ട് പ്രകാരം വാസയോഗ്യമെന്ന് കണ്ടെത്തിയ പ്രദേശത്ത് കല്ലിട്ടു. 50 മീറ്റർ ദൂരപരിധിയും നിശ്ചയിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പരിധികൾക്കപ്പുറം പുന്നപ്പുഴ പരന്നൊഴുകി. പടവെട്ടിക്കുന്നിലേക്കുള്ള റോഡ് താറുമാറായി. പടവെട്ടിയിൽ കുടുങ്ങിയ വാഹനങ്ങൾ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് ചൂരൽമലയിൽ എത്തിച്ചത്. ജൂലൈ 30-ന് ദുരന്തം നടന്ന ഒരു വർഷം പിന്നിടും. സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതിയിൽ തങ്ങളെ കൂടി ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് നിരവധി തവണ സമരം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജനം, വയനാട്.